ഹായ് എവരിവൺ. എങ്ങനെയാണ് നമ്മൾ ജീവിച്ചു തീർക്കേണ്ടത്? വലിയൊരു കഷ്ടമാണ്. അതായത് കള്ള സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി കേസിൽ പെടുത്തുകയാണ്. പെണ്ണുങ്ങൾ എന്ത് കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാലും പോലീസ് അതിനെ അന്വേഷിക്കുന്ന പോലുമില്ല. ഇപ്പോൾ നാളെ എനിക്കെതിരെ ഒരു പെണ്ണ് വന്ന് കള്ള സ്ക്രീൻഷോട്ട് കൊടുത്തു ഞാൻ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ അശ്ലീലമായി ചാറ്റ് ചെയ്തു എന്ന് ഒരു പെണ്ണ് പോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ മാധ്യമത്തിൽ എൻ്റെ ഫോട്ടോ ഇങ്ങനെ വരും. അതായത് ആ പെണ്ണ് ചെയ്യുന്നത് തെറ്റാണോ, ആ പെണ്ണ് എന്തെങ്കിലും ഉള്ള കാര്യമാണോ പറയുന്നത്, അതൊന്നും അന്വേഷിക്കാതെ മാധ്യമങ്ങൾ ഞാൻ പീഡിപ്പിച്ചു എന്ന വാർത്ത കൊടുക്കും. ഒരു കാര്യം പറയുകയാണ് പൊന്നാര മക്കളെ, നിലവിൽ 2025 ട്രെൻഡ് പീഡനമാണ്. ഇല്ലാത്ത കാര്യം എന്നെ പീഡിപ്പിച്ചു എന്ന് കള്ള സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി കേസ് കൊടുക്കുകയാണ്. എങ്ങനെയാണ് പാവപ്പെട്ട ആണുങ്ങൾ ഞങ്ങളെപ്പോലെയുള്ളവർ ജീവിച്ചു പോകുന്നത്? എന്തെങ്കിലും ഒരു ചെറിയൊരു തർക്കമായി കഴിഞ്ഞാൽ പീഡിപ്പിച്ചു എന്ന് പോയി പരാതി കൊടുക്കുകയാണ്. പരാതി കൊടുക്കുന്നത്, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു പെണ്ണ് പരാതി കൊടുക്കുകയാണെങ്കിൽ അവളുടെ ഫേസ് വരുന്നില്ല, അവളുടെ വോയിസ് വരുന്നില്ല, ഒന്നും വരുന്നില്ല. അവൾക്ക് പരാതി കൊടുത്ത് വീടിനുള്ളിൽ മിണ്ടാണ്ട് കിടന്നുറങ്ങാം, ഒരു ടെൻഷനുമില്ല. ഇപ്പോൾ ഞങ്ങൾക്കെതിരെയാണ് വെറുതെ പരാതി കൊടുക്കുന്നതെങ്കിൽ ഞങ്ങൾ കേസിന് പോകണം, കോടതി കയറണം, ഞങ്ങളെയാണ് മാധ്യമം നാറ്റിക്കുന്നത്. ഒരൊറ്റ കാര്യം പറഞ്ഞ് വിഷയത്തിലേക്ക് ഞാൻ കടക്കാം. പൊന്നാര മക്കളെ, ആരാണെങ്കിലും അതായത് കള്ളക്കേസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അവൾ പെണ്ണാണെങ്കിലും പിഞ്ചു കുട്ടിയാണെങ്കിലും ആരാണെങ്കിലും ഒരു കാര്യം പറയുകയാണ്, കള്ള സ്ക്രീൻഷോട്ട് കൊണ്ടുവന്ന് അവസാനം പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരെ തൂക്കിക്കൊല്ലണമെന്ന് ഞാൻ പറയുകയാണ്. പൊന്നാര മക്കളെ, രാഹുൽ മങ്കൂട്ടം അതുപോലെ നമ്മുടെ വേടൻ, ഇവർക്കെതിരെ വരുന്ന കള്ളക്കേസുകൾ, ഒരൊറ്റ കാര്യം പറയുകയാണ്, കള്ള സ്ക്രീൻഷോട്ട് കൊണ്ടുവന്ന് പറയുകയാണ് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പാതിരാത്രി എന്നോട് എന്തൊക്കെയോ ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന്. ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ്? രാഹുൽ മങ്കൂട്ടത്തിന് വേറെ പണിയില്ലേ കണ്ട പെണ്ണുങ്ങൾക്ക് പോയി മെസ്സേജ് അയക്കാൻ? ഒരു കാര്യം പറയുകയാണ്, ആരെങ്കിലും 4-5 സ്ക്രീൻഷോട്ട് മാധ്യമത്തിന് മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വാർത്തയാക്കുകയാണ്. ഒരൊറ്റ കാര്യം പറയുകയാണ് പൊന്നാര മാധ്യമേ, എല്ലാത്തിൻ്റെ പേരെടുത്ത് ഞാൻ പറയുകയാണ്, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, പിന്നീട് മീഡിയ 1, 24, മനോരമ തുടങ്ങിയ എല്ലാ വാർത്താ ചാനലുകളും ആരെങ്കിലും ചെറിയ രീതിയിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് പീഡിപ്പിച്ചു എന്ന് ഞങ്ങളുടെ ഫേസും എല്ലാം വെച്ചു അതിനൊരു വാർത്തയാക്കുകയാണ്. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ വലിയൊരു കള്ളക്കേസ് വരികയാണ് പൊന്നാര മക്കളെ. എങ്ങനെയാണ് അതൊരു കള്ളക്കേസ് എന്ന് ഞാൻ ഉറപ്പാക്കിയത് നിങ്ങൾ കണ്ടു നോക്കണം ഒരു വീഡിയോ. ഓക്കെ, രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ലൈംഗിക വൈകൃതം നിറഞ്ഞ ചില മെസ്സേജുകളാണ്. കാരണം എൻ്റെ അടുത്ത് ഹൈദരാബാദിലേക്ക് വരാനും അത് മാത്രമല്ല ബാംഗ്ലൂർക്ക് വരാനും ആവശ്യപ്പെടുകയും സെക്ഷുവലി ഫസ്ട്രേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ എന്ന ഒരു കാര്യം പറയുകയാണ് പൊന്നാര സ്ത്രീ. അതായത് ഏത് ദിവസമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത് അത് നിങ്ങൾ പറയണം. ഓക്കെ, ഇന്ന ദിവസമാണ്, തീയതി അടക്കം പറഞ്ഞ് സ്ക്രീൻഷോട്ട് നിങ്ങൾ വെക്കണം. രാഹുൽ ഒരു MLA ആണല്ലോ, ഫുൾ ടൈം വീട്ടിൽ കുത്തിരിക്കുന്ന ആളല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളല്ലോ. അതായത് ഈ സ്ത്രീ പറയുന്ന ഡേറ്റിന്, അതായത് ഈ സ്ത്രീ പറയുന്ന സമയം രാഹുൽ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരോട് ഞാൻ സമയവും തീയതിയും ചോദിക്കുന്നത്. ഓക്കെ പറഞ്ഞോട്ടെ. എന്നെ റേപ്പ് ചെയ്യണമെന്നാണ് രാഹുൽ എനിക്ക് ടെലഗ്രാമിൽ അയച്ച മെസ്സേജിലൂടെ പറഞ്ഞത്. നല്ല സുഹൃത്തായിരുന്നു. കാരണം തൃക്കാക്കര ബൈ ഇലക്ഷന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതും ഫ്രണ്ട്ഷിപ്പ് ആകുന്നതും. അതിനുശേഷം പിന്നെ അതായത് രാഹുലിന് വേറെ നാട്ടിൽ ഒരു പെണ്ണും കിട്ടിയിട്ടല്ലോ. ഞാൻ ഇവരെ ചെറുതാക്കുന്നതല്ല, ഇല്ലാത്ത കാര്യമാണ് ഇവർ പറയുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത്. ഓക്കെ, ലോകത്ത് എത്ര പെണ്ണുങ്ങളുണ്ട്? രാഹുലിന് ഈ സാധനത്തിന് തന്നെയാണോ രാഹുലിന് കിട്ടിയത്? ഒരു കാര്യം പറയുകയാണ് പൊന്നാര മക്കളെ, എല്ലാം വെറുതെയാണ്, ഇല്ലാത്ത വാർത്തയാണ്. ഓക്കെ, നിങ്ങളാരും വിശ്വസിക്കാൻ പാടില്ല. ഓക്കെ, ഈ വീഡിയോക്ക് താഴെ വന്ന കമൻറ്റ്, അതായത് ഞങ്ങൾ ഇന്നലെയൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചു, പക്ഷേ ഈ പെണ്ണ് പറയുന്നത് കേട്ടത് കൊണ്ട് ഇതൊരു ഇല്ലാത്ത കാര്യമായിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. ഇതൊക്കെ പുറത്തു വരും, സമയമെടുക്കും. പക്ഷേ രാഹുലിനാണ് സമയം നഷ്ടപ്പെടുന്നത്. കേരളത്തിൽ കോൺഗ്രസിന്റെ വിലയാണ് ഇല്ലാതാവുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് ഇടയിൽ, അതായത് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ശിക്ഷിക്കണം. അതായത് ഇവിടെ എനിക്ക് പേഴ്സണലി ഞാൻ കാണുന്ന വാർത്തയും ഞാൻ കാണുന്ന ഓഡിയോ ക്ലിപ്പും അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാവുകയാണ്, ഇതൊക്കെ ഫേക്കാണ്, പക്കാ ഫേക്ക് എന്നാണ്.
ഓക്കെ, ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ രാഹുൽ ഈശ്വർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അധികം സമയമെടുക്കില്ല. ഒന്നാമത്തേത്, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഗർഭമുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഓഡിയോയിൽ നിന്ന് എങ്ങനെയാണ് ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ ശ്രമിച്ചു എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളെല്ലാം തന്നെ കേൾപ്പിക്കുന്ന ഓഡിയോയിൽ അങ്ങനെയുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റെടുക്കാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതും ഗർഭം അലസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതും ആനയും ആടും പോലെയല്ലേ, ആകാശവും ഭൂമിയും പോലെയല്ലേ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ നടക്കുകയാണ് എന്നുള്ളതാണ് സത്യം. രണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത് 3 വർഷം മുമ്പ്. എന്ത് അശ്ലീല മെസ്സേജാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച ഏതെങ്കിലും ഒരു മെസ്സേജിൽ അതായത് പഞ്ചാര അടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനപ്പുറം എന്ത് അശ്ലീലമാണുള്ളത്? അതിനെതിരെ എന്തെങ്കിലും പരാതിയുണ്ടോ? ഇപ്പോൾ ഒരാൾ പരാതി കൊടുത്തു എന്ന് പറഞ്ഞു, അയാളുടെ ലോക്കൽ സ്റ്റാൻഡ് എന്താണ്? അഥവാ വേറൊരു പെൺകുട്ടിക്ക് അങ്ങനെ മോശം മെസ്സേജ് ഇട്ട് ഇയാളാണോ പരാതി കൊടുക്കേണ്ടത്? ഇയാൾ നാട്ടിലെല്ലാം പെൺകുട്ടികളുടെ സദാചാര ആംഗളയാണ്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സദാചാര പോലീസ് കളിക്കുകയല്ലേ നമ്മുടെ മീഡിയക്കാർ ചെയ്യുന്നത്? സദാചാര ഗുണ്ടായിസം നടത്തുകയല്ലേ നമ്മുടെ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത്? ഒരു കാര്യം പറയുകയാണ്, മീഡിയാസിന് മുമ്പിൽ ഞാൻ വെറുതെ ഒരു കേസ് കൊടുക്കുകയാണ്. അതായത് എന്നെ അറിയുന്ന ഒരു പെൺകുട്ടിയെ ഈ പിണറായി വിജയൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നാളെ വാർത്ത വരും, ഉറപ്പാണ്. അതിന് ഇത്തിരിയെങ്കിലും അന്വേഷിക്കൂല മാധ്യമം. പിണറായി വിജയൻ പീഡിപ്പിച്ചു എന്ന് ഹെഡ്ലൈനിലാണ് ആയിട്ടുണ്ടാവും നാളെ വാർത്ത വരുന്നത്. പൊന്നാര മാധ്യമേ, ഒരു കാര്യം പറയുകയാണ്, നാളകളിൽ ഞങ്ങൾക്കും ജീവിക്കണം. ഓക്കെ, ഞങ്ങൾക്കെതിരെയും ഒരു പക്ഷേ പെണ്ണുങ്ങൾ വരും, ഇറങ്ങും, ഇവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ്. അത് വിശ്വസിച്ച് ഞങ്ങളെ ഫേസൊക്കെ വെച്ച് നിങ്ങൾ വാർത്തയല്ല ആദ്യം കൊടുക്കേണ്ടത്. ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയോട് നല്ല രീതിയിൽ ചോദിക്കണം, കേസിനെ പറ്റി പറയണം. ഇത് ഫേക്കാണെങ്കിൽ നിങ്ങൾക്കെതിരെ കേസാവുന്നൊക്കെ പറഞ്ഞ് സത്യാവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ കുറച്ച് തെളിവൊക്കെ മേടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ പീഡിപ്പിച്ചു എന്ന് ബോധ്യമായാലേ നിങ്ങൾ വാർത്ത കൊടുക്കണം. അല്ലാതെ ആര് പറയുന്നത് വിശ്വസിച്ചാണ് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത്? ഒരു ആരോപണം ഉന്നയിച്ചാൽ തെളിവ് ചോദിക്കുന്നത് സ്ത്രീ വിരുദ്ധമല്ല, സ്ത്രീയോ പുരുഷനോ അല്ല, സത്യമാണ് പ്രധാനം, തെളിവാണ് പ്രധാനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ഒരു തെളിവ് പോലും പൊതുസമക്ഷം വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ 18 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. ആ യുവതി എന്ന് പറഞ്ഞ ആൾക്കാർ കേൾപ്പിക്കുന്ന ഓടിയും 18 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയുടെയാണ്. ഇവർക്ക് തമ്മിൽ പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധം ഉണ്ടായെങ്കിൽ അതിന് എന്താണ് തെറ്റ്? അത് ക്രിമിനൽ ഒഫൻസ് ആണോ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെങ്കിലും പുകച്ചു പുറത്തിയടിക്കാനാണ്. ഇത് മുകേഷ് എതിരെയും ചെയ്തിരുന്നു, അന്നും ശക്തമായി ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. ശ്രീ മുകേഷ് MLA ഇതേപോലെ കുടുക്കി പുറത്താക്കാൻ ശ്രമിച്ചിരുന്നു. എൽദോസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MLA കുടുക്കി പുറത്താക്കാൻ ശ്രമിച്ചിരുന്നു. സുരേഷ് ഗോപിയെ തോളിൽ കൈവച്ചു എന്ന് പറഞ്ഞ് അത് ലൈംഗിക സെക്ഷൽ ഒഫൻസ് ആണ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരുന്നു. ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടകളായി ഈ നാട്ടിലെ പുരുഷന്മാർ മാറി. എങ്ങനെയും ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സ്ത്രീപക്ഷ നിയമങ്ങൾ മാറി. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, നാളെ രാഹുൽ ഈശ്വർ, മറ്റന്നാൾ വേറെ ആരെങ്കിലും. ഓർക്കുക, അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും രാഹുൽ ഈശ്വർ ആണെങ്കിലും നമ്മുടെ വേടനാണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും മുകേഷ് ഏട്ടനാണ് അല്ലെങ്കിൽ ശ്രീ മുകേഷ് ആണെങ്കിലും വേറെ ആര് പറഞ്ഞാലും ഏത് പാർട്ടി ഏതാണെങ്കിലും ദൈവത്തെ ഓർത്ത് ഇത്തരം വ്യാജ പരാതികളിൽ ആൾക്കാർ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ഇങ്ങനെ വ്യാജമായി പരാതി കൊണ്ടുവന്നാൽ അത് നമ്മൾ നല്ല രീതിയിൽ അന്വേഷിച്ച് അവളെ ശിക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ നാളുകളിൽ ഇഷ്ടം പോലെ വരും. ഇപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും, അതായത് ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്, UDFന്റെ ഒരു പ്രവർത്തകനെതിരെ ഒരു പെണ്ണ് കേസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ LDFും BJPയും പൈസ കൊടുക്കും. നേരെ മറിച്ച് LDFന്റെ ഒരാൾക്ക് ഒരു പെണ്ണ് കേസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ പൈസ കൊടുക്കാൻ UDFും BJPയും ഉണ്ടാവും. അങ്ങനെയാണ് കേസ് കൊടുക്കുന്നത്. പെണ്ണ് ചുമ്മാ പോയി കേസല്ല കൊടുക്കുന്നത്, ഇഷ്ടം പോലെ ഇക്കിളി കിട്ടുന്നുണ്ട്. ഒരു കാര്യം പറയുകയാണ്, പൊന്നാര എൻ്റെ നീതിപീഠത്തോടാണ് എനിക്ക് പറയാനുള്ളത്. ആണുങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. ഇത് വളരെ വളരെ കഷ്ടമാണ്. ഓക്കെ, നാളുകളിൽ ഞങ്ങൾക്കെതിരെയും ഏതെങ്കിലും ഒരു പെണ്ണ് പീഡിപ്പിച്ചു എന്ന് പോയി പരാതി കൊടുത്താൽ ഞങ്ങൾക്ക് പേഴ്സണലി കോടതി കയറാണ്, ഞങ്ങളെ കൊണ്ട് വലിയ പൈസ ഒന്നുമില്ല. അപ്പം ഞങ്ങളുടെ ഫേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ വിചാരിക്കും ഞങ്ങൾ പീഡിപ്പിച്ചു എന്നല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ പിടിച്ചിട്ട് കള്ള വാർത്ത കൊടുത്തത് തെളിഞ്ഞാൽ തൂക്കിക്കൊല്ലണമെന്നാണ്. കാരണം ഇനി ഭാവിയിൽ ഒരു പെണ്ണും ഇത്തരത്തിൽ കള്ള സ്ക്രീൻഷോട്ടായി വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ മൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.